ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്നിങ്ങനെ ഒരു ഓൺ വോയിസ് തരാൻ കാരണം വേറെ ഒന്നുമല്ല. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഇൻസ്റ്റാഗ്രാമിലൊന്ന് പച്ച പിടിച്ച് വരുമ്പോൾ കുറേ ചൊറിയന്മാരും ചൊറിയത്തുകളും ഇങ്ങനെ വരും. അതുപോലെ എനിക്കും എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ എന്താ പറയുക ബോഡി ഷേമിങ്, ഭയങ്കര രീതിയിലുള്ള വർത്തമാനങ്ങൾ. മെയിനായിട്ട് എൻ്റെ പിരികത്തെയാണ്. തുടക്കം മുതൽ എൻ്റെ പിരികം എന്നും പറഞ്ഞിട്ട് കുറേ പേരെന്നെ കളിയാക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ആരും ഒന്നും തികഞ്ഞു വന്നവരല്ല ഈ ഭൂമിയിൽ. ദൈവം ഓരോരുത്തർക്ക് അറിഞ്ഞ് ഓരോന്ന് കൊടുക്കും. ചിലർക്ക് സൗന്ദര്യം ഇല്ലായിരിക്കും, ചിലർക്ക് സൗന്ദര്യം ഇല്ലെങ്കിൽ മുടി കാണും. അപ്പം എനിക്ക് പിരികം ദൈവം ഈശ്വരൻ അറിഞ്ഞു തന്നത് അതെൻ്റെ കുഴപ്പമല്ല. അതിന് എന്താ പറയുക, കണ്ണിൻ്റെ മേലെയാണോ മീശ, അങ്ങനെ മറ്റതാ മറിച്ച എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ എന്തിനാ? ഞാൻ ആരും ചിലവിലല്ല ജീവിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പറയുന്നവന്മാരെ ഒന്നും വീട്ടിൽ പോയിട്ട് എടാ 10 രൂപ അല്ലെ റീചാർജ് ചെയ്യാനുള്ള പൈസ എന്നും പറഞ്ഞിട്ട് ഞാൻ ആരെയും വീട്ടിലുകളിൽ പോയി തന്നെ. ഞാൻ ഗൾഫിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് ഞാൻ റീചാർജ് ചെയ്ത് റീൽസ് ചെയ്ത് എൻ്റെ സ്വന്തം മൊബൈൽ. ഇങ്ങനെ കിടന്ന് ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ ചൊറിയാണ്. എൻ്റെ മൂക്ക് മറ്റേ കുതിരാൻ തുരങ്കം പോലെ ഉണ്ട്, അങ്ങനെ മറ്റേ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? എനിക്കിങ്ങനെ വർത്തമാനം പറയാനാണെങ്കിൽ വർത്തമാനം പറയാനേ, എനിക്ക് അങ്ങനെയുള്ള ലൈക്കും ഇതൊന്നും വേണ്ട. ഞാൻ എന്തെങ്കിലും, പിന്നെ അതുമല്ല, പ്രത്യേകിച്ച് ഇപ്പം കരഞ്ഞഭിനയിക്കുമ്പോൾ കരച്ചിലേ ഉള്ളോ, പിന്നെ ചിരിച്ചാൽ ചിരിയേ ഉള്ളോ, റൊമാൻറ്റിക്കായിട്ട് അഭിനയിച്ച അങ്ങനെ പ്രശ്നം. ഞാൻ മാന്യം മര്യാദയ്ക്കും വസ്ത്രം ധരിച്ചിട്ടാണ് എന്തും അഭിനയിക്കുന്നതും എടുക്കുന്നതും. അത്ര മതി, അത്രയൊക്കെയുള്ള ലൈക്സ് എനിക്ക് മതി. വേറെ കാര്യം, നിങ്ങൾ അങ്ങനെയുള്ളവരൊക്കെ പോയി അക്കൗണ്ടിൽ പോയി ചൊറി. ഇപ്പം എത്രയൊക്കെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, എല്ലാ പെൺകുട്ടികളെല്ലാം ഞാൻ പറയുന്നത്, കുറച്ച് പേര് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവരെയൊക്കെ പോയി ചൊറിയൂ, അവരുടെ അക്കൗണ്ടിൽ പോയി ചൊറിയൂ. അല്ലാതെ ഈ അറിയാൻ മേലാത്ത ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ചൊറിയാൻ വരരുത്, ദൈവത്തെ ഓർത്ത്. പിന്നെ കളറ് കുറവുള്ള പെൺകുട്ടികൾ കാണും, കളറ് കുറവുള്ള ആൺകുട്ടികൾ കാണും. അവരെയൊക്കെ ഇങ്ങനെ നിങ്ങൾ താഴ്ത്തി കെട്ടുക ചെയ്യുന്നത്. അവർ തന്നെ അവർക്ക് കുറച്ച് കഴിവുകൾ, അത് 4 ആളറിയാൻ ഈ സോഷ്യൽ മീഡിയ ആണ്. എന്താ പറയുക, സോഷ്യൽ മീഡിയ എന്തിനാണ്? ഓരോരുത്തരുടെ കഴിവുകൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ഇടാൻ വേണ്ടിയിട്ടാണ്. ഈ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, അങ്ങനെയുള്ള ഫേസ്ബുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ. നിങ്ങൾ കുറേ ആൾക്കാർ വന്നിട്ട് അവരങ്ങ് അടിച്ചങ്ങ് താഴ്ത്താണ്. നിങ്ങളെന്തോ വലിയ പെർഫെക്റ്റ് ആണെന്നുള്ള, എനിക്കറിഞ്ഞൂടാ. ആരും ഒന്നും തികഞ്ഞിട്ടല്ല, ഈ പറയുന്ന ഞാൻ പോലും ഒന്നും തികഞ്ഞിട്ടല്ല. അപ്പം ഞാൻ ആരും ചൊറിയാനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല. വേറെ കാര്യം, അപ്പോൾ നിങ്ങളായിട്ട് ജീവിക്കും. കുറേ പിരികത്തേനെയും ബോഡി ഷേമിങ്, അവൾ വെളുത്താണ്, കറുത്താണ്, മെലിഞ്ഞാണ്, തടിയാണ്, എന്താണ്? അവരും മനുഷ്യരാണ്, അവർക്കും ജീവിക്കണ്ടേ? അല്ല, ഞാൻ കുറേയൊക്കെ ഞാൻ കണ്ടു എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വന്നിട്ട് എൻ്റെ പിരികത്തെ തന്നെ ഇങ്ങനെ പിരികം കാണിച്ച് പേടിപ്പിക്കല്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ പിരികം എന്താ? വർത്തമാനം പറയാനാണ് ഇതിൽ കൂടുതൽ വർത്തമാനം പറയാം. അപ്പം നിങ്ങളും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? അതുകൊണ്ട് ഞാൻ എൻ്റേതായ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. വെറുതെ വന്നിട്ട് നിങ്ങൾക്ക് റീൽസ് കാണാൻ, ഇപ്പം എൻ്റെ റീൽസ് കാണാൻ ഇഷ്ടം അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൊണ്ട് ബ്ലോക്ക് ചെയ്ത് പോകും. അല്ലെങ്കിൽ വന്നിട്ട് ഇവക്കിട്ട് 2 കമൻറ്റ് ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട്. പിന്നെ ചിലവരുടെ ഒരു വിചാരമുണ്ട്, ചിലർ പറഞ്ഞാണ് ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, ഞങ്ങൾക്ക് എന്തും പറയാം. അതാണ് എനിക്കും പറയാനുള്ളത്. നല്ലത് കണ്ടാൽ നിങ്ങൾ നല്ലത് പറയൂ, ചീത്ത കണ്ടാൽ നിങ്ങൾ ചീത്ത പറയൂ. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ ഒന്നും വേറെ ജോലിയൊന്നുമില്ല, ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും പറയാനുള്ള വീഡിയോസും കാര്യങ്ങളുണ്ട്, അവിടെയൊക്കെ പോയി ചൊറിയൂ. അപ്പം ഇതാണ്, എനിക്കത് പറയണമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഒരു അവസരം കിട്ടി, ഞാൻ പറഞ്ഞതാണ്. വെറുതെ ഇങ്ങനെ വന്ന് ബാക്കി മാന്യമര്യാദയ്ക്കുമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ വന്നിട്ട് അക്കൗണ്ട് വന്നിട്ട് ഇങ്ങനെ വെറുതെ ചൊറിയാൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഒരുപാട് താങ്ക് യു. അല്ലാണ്ട് ഇങ്ങനെ ചുമ്മാ ഒന്നും ചെയ്യാതെ ആൾക്കാർ വന്നിട്ട് എൻ്റെ പിരികം എന്താ അങ്ങനെ, എൻ്റെ മൂക്കെന്താ അങ്ങനെ, കണ്ണെന്താ ഇങ്ങനെ, നീ മെലിഞ്ഞിട്ടാണല്ലോ, വെളുത്തിട്ടാണോ? ഈ സുന്ദരികളായ പെൺകുട്ടികൾക്ക് മാത്രമേ റീൽസ് എടുക്കാവുള്ളൂ. നമുക്കൊക്കെ എടുക്കാനുള്ള അവകാശമുണ്ട്. അല്ലാതെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല സുന്ദരികളായതും ഭയങ്കര വെളുത്ത പെൺകുട്ടികൾക്ക് മാത്രമേ റീൽസ് എടുക്കാവുള്ളൂ എന്നൊന്നും ആരും എവിടെയും മുദ്ര കുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ കമൻ്റ് ഇടുമ്പം സൂക്ഷിച്ചും കണ്ടുമൊക്കെ കമൻ്റ് ഇടുക. ഇനിയിപ്പം നിങ്ങൾ ഓരോ പെൺകുട്ടികളിങ്ങനെ അവർക്കെതിരെ കുറേ കമൻ്റ് ഇടുന്നുണ്ട്, അവർ കംപ്ലൈൻറ്റുകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കംപ്ലൈൻറ്റുകൾ കൊടുത്ത് വരുമ്പോൾ ലാസ്റ്റ് ഇൻസ്റ്റാഗ്രാം എന്നെ ബാൻ ചെയ്യുമ്പോൾ നീയൊക്കെ പഠിച്ചോളും, അത്രേ ഉള്ളൂ. ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും എന്താ പറയുക
സമാധാനം. അതുപോലെ ഈ ചൊറിഞ്ഞ് ഓരോ പെൺകുട്ടികൾ ഇങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമും കൂടെ നിർത്തുമ്പോൾ എല്ലാവരുടെയും സോക്കേട് അങ്ങ് തീർന്നു. അപ്പം എന്നെ വെറുതെ വന്നിട്ട് ചൊറിയരുത്, അതിനുള്ള ഇതാണ്. എനിക്ക് ദൈവം പിരികം തന്നു, അതെൻ്റെ ഇഷ്ടം. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ കുടുംബമൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ചിലവിലുമല്ല ഞാൻ ജീവിക്കുന്നത്. ബൈ.